ഹായ് ഫ്രണ്ട്സ്, റാഫ് ഡയറിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഒരു രസകരമായ അനുഭവം ഉണ്ടായി. ഒരു റയൽ മാഡ്രിഡിൻ്റെ ജേഴ്സി വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. റയൽ മാഡ്രിഡിൻ്റെ ജേഴ്സി എന്ന് പറഞ്ഞാൽ വൈറ്റ് നിറത്തിലുള്ള ജേഴ്സി വേണം, ഹോം ജേഴ്സി വേണം. കൂടാതെ ഇപ്പോൾ റയലിലുള്ള താരങ്ങളുടെ പേരൊന്നും പോരാ. മുമ്പ് അവിടെ കളിച്ച ഒരു കളിക്കാരൻ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പേരെഴുതി ജേഴ്സി നമ്പർ 7 എന്ന് എഴുതിയിട്ടുള്ള ഒരു റയൽ മാഡ്രിഡിൻ്റെ ജേഴ്സി കിട്ടണം. ഇതെൻ്റെ മോളുടെ ആവശ്യപ്രകാരമാണ് ഇറങ്ങിയത്. അപ്പോൾ അത് കിട്ടാൻ ഇവിടെ ഒരിത്തിരി പാടായി തോന്നി. കാരണം പോയ കടകളിലൊക്കെ ജേഴ്സി നമ്പർ 10 കിലിയൻ എംബാപ്പെ അങ്ങനെയൊക്കെ, വിനി ജൂനിയർ ഇങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട് എന്നല്ലാതെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ജേഴ്സി കിട്ടുന്നില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇവിടെ അടുത്ത് തന്നെ ഒരു കടയിലേക്ക് പോയി. ഇവിടെ ജേഴ്സി അടിച്ചു കൊടുക്കുന്ന കടയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയ സമയത്ത് വണ്ടി പാർക്ക് ചെയ്തു. ഇറങ്ങുമ്പോൾ സെക്യൂരിറ്റിക്കാരൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ വണ്ടിയുടെ തൊട്ട് മുമ്പിലൊരു വണ്ടിയുണ്ട്, പുറകിലാണ് എൻ്റെ വണ്ടി ഞാനിട്ടത്. അങ്ങനെയാണ് അവിടെ പാർക്കിങ്ങിൻ്റെ ഒരു സിസ്റ്റം. സെക്യൂരിറ്റിക്കാരൻ വന്നിട്ടൊരു സ്ലിപ്പ് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ നമ്പർ എഴുതിക്കോ. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്തിനാണ്? അത് മുമ്പിലുള്ള വണ്ടിക്കാരന് പോകുമ്പോൾ നിങ്ങളെ വിളിക്കണം, അല്ലെങ്കിൽ പിന്നെ ഫുൾ തെറിയായിരിക്കും. അപ്പോൾ എനിക്ക് ആ തെറി കേൾക്കാൻ വയ്യ, ഇത് റമദാൻ മാസമാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അതിനൊക്കെ ഇപ്പോൾ ആൾക്കാർ തെറി പറയും? മുമ്പിൽ ഒരു വണ്ടി, പുറകിൽ വണ്ടി ഇട്ടതിനൊക്കെ തെറി പറയും? അപ്പോൾ അയാൾ പറഞ്ഞ വാക്കുകളാണ്, പിന്നെ ഇവിടെ ശമ്പളത്തേക്കാൾ കൂടുതൽ തെറിയാണ് കിട്ടുന്നതെന്ന്. ഒരു ചിരിയോടെയാണ് അയാൾ പറഞ്ഞത്. ഞാനും ചിരിച്ചു പോയി. പക്ഷേ ശരിക്കും അതോടൊപ്പം അതൊരു ചിന്തിപ്പിക്കുന്ന സംഭവം കൂടിയായിരുന്നു. ശമ്പളത്തേക്കാൾ കൂടുതൽ തെറി കിട്ടുന്ന ജോലി, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്നാൽ ചിന്തിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ്. ചില ജോലികൾ അങ്ങനെയാണ്. പണത്തിന് വേണ്ടി നമ്മൾ അത്തരം ജോലികൾ ചെയ്യും. പക്ഷേ അതോടൊപ്പം മറ്റുള്ളവരുടെ കണ്ണിൽ വെറുതെ തെറി പറയാനുള്ള ഒരു കൂട്ടം ആളുകൾ എന്നൊരു തോന്നലിൽ ചിലരൊക്കെ കയറി അങ്ങ് പ്രതികരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് പലയിടത്തും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ഇങ്ങനെ പാർക്ക് ചെയ്യാൻ വേണ്ടി വണ്ടി ഇടുന്ന സമയത്തും മറ്റുമൊക്കെ ആയിട്ട് സെക്യൂരിറ്റിക്കാരുമായിട്ട് തർക്കം. ചിലപ്പോഴൊക്കെ ചില ട്രോളുകളിലൊക്കെ കണ്ടിട്ടില്ലേ, വണ്ടി അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ടതിന് ശേഷം വന്നിട്ട്, അതുവരെ ഒന്നും നോക്കാതെ ഇങ്ങനെ ഇരിക്കുന്ന സെക്യൂരിറ്റി നിർത്തിയിട്ടതിന് ശേഷം വന്നിട്ട് വണ്ടി എടുത്ത് അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി എന്നൊക്കെ പറയുമ്പോൾ ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ തരത്തിലുള്ള ട്രോള് വീഡിയോസ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയും സംഭവിക്കുന്നുണ്ടാവാം. പക്ഷെ ആരും മനഃപൂർവ്വം അങ്ങനെ ചെയ്യുന്നത് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഈ പാവം മനുഷ്യൻ കുറച്ച് പ്രായമൊക്കെ ഉള്ള ഒരാളാണ്, ഒരു 60 വയസ്സിനോടൊക്കെ അടുത്ത് പ്രായമുള്ള ഒരാളാണ്. അയാളിത് പറഞ്ഞപ്പോൾ ആ കണ്ണിലെ ദൈന്യത എന്നെ വല്ലാതെ അലട്ടി. അതായത് ശമ്പളം കുറവായിരിക്കുമല്ലോ, അതാണ് അങ്ങനെ പറയുന്നത്. ശമ്പളത്തേക്കാൾ കൂടുതൽ തെറി കിട്ടുന്ന ജോലി. മനുഷ്യന്മാർ ജീവിച്ചു പോകാൻ വേണ്ടി എന്തൊക്കെ പണികളാണ് ചെയ്യുന്നത്. ഏതായാലും അത് ഉള്ളിൽ തട്ടി നിങ്ങളോടൊന്ന് പങ്കുവെക്കണം തോന്നി. പലപ്പോഴും നമ്മളും ശ്രദ്ധിക്കാതെ ഇങ്ങനെയൊക്കെ ആളുകളോട് ഇടപഴകുന്നുണ്ടാവും. എന്നാൽ മറുവശത്ത് നിൽക്കുന്നവൻ്റെ മാനസികാവസ്ഥ എന്താണ്, അതുപോലെ അവർ ഏത് തരത്തിലാണ് കഴിഞ്ഞു പോകുന്നത് എന്നുള്ളതും കൂടി ഒന്ന് ചിന്തിച്ചാൽ കുറേയൊക്കെ ഇങ്ങനെയുള്ള ഉടക്കലുകളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും തോന്നുന്നു. ഇനി ജേഴ്സിയുടെ കാര്യം, അത് ഇപ്പോൾ ഈ വിഷയവുമായി റിലവൻ്റ് അല്ലെങ്കിലും ഞാനത് കഴിഞ്ഞ് നേരെ ജേഴ്സി വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ആ കടയിലേക്ക് പോയപ്പോൾ ഈ പറഞ്ഞ പോലെ അവിടെയും ഈ ജേഴ്സി ഇല്ല. ക്രിസ്ത്യാനോയുടെ നമ്പർ 7 ഉള്ള റയൽ മാഡ്രിഡിൻ്റെ ജേഴ്സി ഇല്ല. അപ്പോൾ അവർ ആദ്യം ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള സ്ഥലത്ത് പോയി നോക്കി ആ കടയിൽ. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ എംബാപ്പയുടെ ജേഴ്സിയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിൽക്കുന്ന പയ്യനോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അപ്പുറത്ത് ഞങ്ങളുടെ ഡിസൈനൊക്കെ ചെയ്യുന്ന ഓഫീസുണ്ട്, അവിടെ ഒന്ന് പോയി പറഞ്ഞു നോക്കൂ. അപ്പോൾ ഞാൻ വാതിൽ തുറന്ന് അങ്ങോട്ട് ചെന്നപ്പോൾ 2-3 കമ്പ്യൂട്ടറുകളൊക്കെ ഉണ്ട്. 2 കമ്പ്യൂട്ടറിൽ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. ഒരു കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് ജോലി ചെയ്യുന്ന ആളുടെ കൂടെ, ഒരു പയ്യൻ്റെ കൂടെ കുറച്ച് പ്രായമൊക്കെ ആയിട്ടുള്ള ഒരാൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെന്ന് കാര്യം പറഞ്ഞപ്പോൾ, ഒരു ജേഴ്സി ആയിട്ട് അങ്ങനെ ഞങ്ങൾ അടിച്ചു കൊടുക്കാറില്ല, പിന്നെ ഒരു ജേഴ്സി ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഡിസൈനിങ് വർക്ക് കൂടുമ്പോൾ ക്യാഷും കൂടും, ഇന്ന് തന്നെ കിട്ടുക എന്നുള്ള ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ആ പയ്യൻ പറഞ്ഞു. അപ്പോഴാണ് ആ കൂടെ ഇരിക്കുന്ന ആൾ എന്നെ നോക്കിയിട്ട് ചോദിച്ചു, നിങ്ങൾ യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്ന റാഫ് ടോക്സ് വീഡിയോ ചെയ്യുന്ന ആളല്ലേ ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അപ്പോൾ ആ സുഹൃത്ത് എഴുന്നേറ്റ് കൈയൊക്കെ തന്നിട്ട് അയാൾ എന്നെ പരിചയപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെതാണ് ആ ഒരു കട. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ വീഡിയോകൾ ഞാൻ സ്ഥിരമായിട്ട് കാണാറുണ്ട്. കിക്ക് ഓഫ് എന്നാണ് ആ കടയുടെ പേര്, കോട്ടക്കലുള്ള കിക്ക് ഓഫ് എന്ന് പറയുന്ന കട. അപ്പം ആ സുഹൃത്ത് എന്നോട് കുറേ സൗഹൃദ സംഭാഷണമൊക്കെ നടത്തി. ഒടുവിൽ അന്ന് തന്നെ ആ ജേഴ്സി, കാരണം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ മോളുടെ ബർത്ത്ഡേ ആണ്. അവൾ കുറേ ആയിട്ട് ആവശ്യപ്പെടുന്നതാണ് ഇങ്ങനെ റയൽ മാഡ്രിഡിൻ്റെ ജേഴ്സി. അപ്പോൾ അതൊരു സർപ്രൈസായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ കാര്യം പറയുകയും ചെയ്തു. അപ്പോൾ അയാൾ അപ്പോൾ തന്നെ അവിടെ നിന്ന് അത് അടിച്ച് നമുക്ക് തന്നു. അപ്പം ഈ റാഫ് ടോക്സ് കുടുംബത്തിൻ്റെ ഒരു സ്നേഹമാണ് ഞാൻ അതിലൂടെ പറയും. നമ്മളെ കാണുമ്പോൾ അവരത് സ്വീകരിച്ച് ജോലിക്കിടയിൽ മറ്റു ജോലികളൊക്കെ മാറ്റി വെച്ച്, കാരണം അവിടെ കുറേ വർക്ക് വരുന്നുണ്ട്, ആ കൂട്ടത്തിൽ
നമ്മുടെ ജേഴ്സി അപ്പോഴന്നെ ഒരു 10, 15, 20 മിനിറ്റ് ഓളം നമ്മളവിടെ വെയിറ്റ് ചെയ്തപ്പോഴേക്കും സംഗതി റെഡിയാക്കി കൈ തന്നു. വളരെ സന്തോഷം. എന്തായാലും ആദ്യം പറഞ്ഞത് ഒരിക്കൽ കൂടി പറയുന്നു, ചിലപ്പോഴൊക്കെ അങ്ങനെ ഉണ്ടെടോ, ശമ്പളത്തേക്കാൾ കൂടുതൽ തെറി കിട്ടുന്ന ജോലി. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് കണ്ടറിയുന്നത് നന്നായിരിക്കും. ഏതായാലും ഡ്രാഫ്റ്റ് ഡയറിയിലെ അടുത്തൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം.